ഹായ് എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു ചാർട്ട് ടോക്സ്. സോ നമുക്ക് ഇന്നലെ നിഫ്റ്റി ആ സെൽ ഓൺ റൈസ് കൺസെപ്റ്റ് തന്നെയാണ് നിഫ്റ്റി മൂവ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 26,029 ആ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാം. ഇനി അതല്ല അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ ട്രേഡിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ മുകളിൽ പോയിട്ടില്ല. നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ബട്ട് ആ 2629 എന്ന ഒരു ഏരിയയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ കണ്ടവർക്ക് അറിയാം, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. 2629 റിജക്ഷൻ വന്നു. നേരെ ഒരു നല്ല ഫാളായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള 25,856 എന്ന ടാർഗറ്റ് ആണ് നിഫ്റ്റി വന്ന് ഹോൾഡ് ചെയ്തിട്ടുള്ള. ഇനി അതിന് തൊട്ട് താഴെ 25,717 അതാണ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡേ ചാർട്ടിൽ നിഫ്റ്റിക്ക് ഒരു മൊമെൻറ്റം കുറയുന്ന ഒരു കൺസെപ്റ്റ്, ഒരു ഒരു NRD കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സ്ട്രാറ്റജിയാണ് ആക്ച്വലി. അത് വെച്ച് നമുക്ക് മൊമെൻറ്റം നിഫ്റ്റിയുടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ മൊമെൻറ്റം കുറഞ്ഞ് വരുന്നുണ്ട്. ദാറ്റ്സ് വൈ ആ ഒരു ഫാൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം മൊമെൻറ്റം ഇല്ലാതെ മാർക്കറ്റ് മൊമെൻറ്റം മുകളിലോട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ താഴോട്ടാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും ഒരു മൊമെൻറ്റം ട്രേഡറാണ്. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും സൈഡിലോട്ട് ഒരു മൊമെൻറ്റം കിട്ടിയാൽ മതി. നമ്മൾ രണ്ട് സൈഡിലോട്ടും ട്രേഡ് എടുക്കും. ഞാൻ ബൈ മാത്രമേ ചെയ്യത്തുള്ളൂന്നില്ല, ബൈയും സെല്ലിങ്ങും ഞാൻ ചെയ്യാറുണ്ട്. സോ നമ്മുടെ നിഫ്റ്റിയുടെ മൊമെൻറ്റം താഴോട്ടായതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് സെൽ ട്രേഡിലോട്ട് തന്നെ ആയിരുന്നു. രാവിലെ ഒന്നും എനിക്ക് എൻട്രി വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരു ആഫ്റ്റർനൂൺ 8-15 2 o'clock കഴിഞ്ഞപ്പം ഒരു എൻട്രി സോളിലോട്ട് വന്നു. ലിമിറ്റഡ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ടച്ച് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കറക്റ്റ് അവിടെ വന്ന് എൻട്രി എടുത്തിട്ട് നേരെ വന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇറ്റ്സ് ഗുഡ് എൻട്രി ഫോർ മീ. സോ നമുക്ക് നാളത്തെ അനാലിസിലോട്ട് പോവാം. ജസ്റ്റ് ചാർട്ട് ഒന്ന് നോക്കിയിട്ട് നമുക്ക് നാളത്തെ അനാലിസിലോട്ട് നാളെ പെട്ടെന്ന് പോവാം. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇതായിരുന്നു നമ്മുടെ പ്ലാൻ ആൻഡ് എൻട്രി. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ട്രെൻഡ് ലൈൻ മുകളിൽ നിന്ന് വരുന്നുണ്ട്. അത് ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മാർക്കറ്റ് രാവിലെ ഒന്ന് ഫോളായി. അത് കഴിഞ്ഞിട്ട് ഒന്ന് റീട്രേസ് ചെയ്തു. ഈ റീട്രേസിൽ നമ്മൾ എന്തായാലും ട്രേഡ് എടുക്കത്തില്ല. ഓക്കെ, ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഈ സോണിൽ നിന്ന് തന്നെ മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ട് ഇവിടെ വരെ വന്നു. അതായത് ഡേ ലോ വരെ വന്നു. ഡേ ലോയിൽ നിന്ന് പിന്നെയും മാർക്കറ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ് കാണിച്ചിട്ട് വീണ്ടും നമ്മുടെ ട്രെൻഡ് ലൈൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തു. ബട്ട് തൊട്ട് മുകളിൽ അടുത്ത ഹൊറിസോണ്ടൽ ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ആംഗുലാർ ബ്രേക്ക് ചെയ്തു, അതിൻ്റെ തൊട്ട് മുകളിൽ ഹൊറിസോണ്ടൽ വരുന്നുണ്ട്. സോ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യുമ്പം പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഇവിടെ ഇല്ല. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള ബേസിക് തിങ്സൊക്കെ നമ്മൾ എൻ്റെ കോഴ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ചില ആൾക്കാർ ചിന്തിക്കും, ഓക്കെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു, അപ്പോൾ എവിടെ നിന്ന് എൻട്രി എടുക്കാം. അങ്ങനെയല്ല. അപ്പോൾ ട്രെൻഡ് ലൈൻ ഈ ഏരിയയിലൊക്കെ ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ബട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത ഏരിയ എവിടെയാണെന്ന് നോക്ക്. പിന്നെ നമുക്ക് മൂവ് ചെയ്യാൻ സ്പേസ് ഇല്ല. അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ചെയ്തതോടുകൂടി അടുത്ത റെസിസ്റ്റൻസ് വന്നു. അതായത് അടുത്ത സപ്ലൈ സോൺ അപ്പം തന്നെ വന്നു, ആ തൊട്ട് മുകളിൽ. സോ ഈ ബ്രേക്ക് കൺഫർമേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ എൻട്രി വരിക. ഓക്കെ, അപ്പോൾ എൻട്രി വരണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ആവണം. അതായത് ബൈ എൻട്രി വരണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമേ നമുക്ക് ബൈ എൻട്രിയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ബട്ട് ബൈ എൻട്രിയിൽ അവിടുന്ന് ബൈ എൻട്രി അല്ല വന്നത്. അവിടുന്ന് അപ്പം തന്നെ ഒരു റിജക്ഷൻ കാണിച്ചു. 5 മിനിറ്റ്സിൽ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ റിജക്ഷൻ നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ആ എൻട്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഈ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഈ 1, 2, 3 ഈ 3 ക്യാൻഡിലിൻ്റെയും മുകളിലാണ് ഈ ഒരു സെല്ലർ ക്യാൻഡിലുള്ളത്. സോ അപ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് മനസ്സിലായി നിഫ്റ്റി താഴോട്ട് വരികയാണെന്ന്. സോ എൻ്റെ എൻട്രി ടൈം ഫ്രെയിം ജസ്റ്റ് നമുക്ക് 5 ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ 15 മിനിറ്റ്സിലാണ് കൂടുതൽ നോക്കുക. ബട്ട് 15 മിനിറ്റ്സിൽ എനിക്ക് അറിയാം, ഞാനിവിടെ ഓൾറെഡി ഒരു സെലക്സ് എൻട്രി ഓൾറെഡി പ്ലേസ്ഡ് ആയിരുന്നു എൻ്റെ. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്, തൊട്ട് മുകളിലുള്ള. കറക്റ്റ് ആ എൻട്രി എടുത്തിട്ട് നിഫ്റ്റി നല്ലൊരു ഷാർപ്പ് ഫാളായിരുന്നു. സിംഗിൾ 1, 2, 3, 4, 5 ക്യാൻഡിൽ നേരെ വന്നിട്ട് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് എവിടെയാണെന്ന് നോക്കുക. നമ്മുടെ ജസ്റ്റ് 857. ഓക്കെ, നമ്മൾ ടാർഗറ്റ് എവിടെ വെച്ചിരിക്കുന്നത് നോക്കുക. അതായത് ഈ ലൈൻ വരെ എക്സാക്റ്റ് കറക്റ്റ് ആയിരുന്നു. അതായത് ആ ലൈനിൻ്റെ ഒരു പെർഫെക്ഷൻ വരെ അക്യുറേറ്റ് ആയിരുന്നു. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിൽ വന്നിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് താഴോട്ടുള്ള മൂവ്മെൻറ്റ് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 25,717 വരെ ഇനി അടുത്ത ടാർഗറ്റ് താഴോട്ടുണ്ട്. ഓക്കെ, ഈ ടാർഗറ്റ് നമ്മൾ താഴോട്ട് വലിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടം വരെ ടാർഗറ്റ് ഉണ്ട്. സോ നമുക്ക് നാളത്തെ അനാലിസിലോട്ട് പോയി കഴിഞ്ഞാൽ, നാളെ ഇപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി എല്ലാം ലൈൻസും ഈ ഒരു ലെവൽസ് എല്ലാം വരച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അനാലിസിസ് ചെയ്ത് വെച്ച്
അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇനിയിപ്പം മുകളിലോട്ട് നമ്മളൊരു ട്രേഡ് നമുക്ക് വരണമെങ്കിൽ ട്രേഡ് വരണമെങ്കിൽ തന്നെ നമുക്ക് നാളെ ഇവിടെ ഈ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈനാണ് നമുക്കിനി മെയിൻ. ഓക്കെ, ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ പോയാൽ മാത്രമേ നമുക്കിനി അടുത്തൊരു ട്രേഡ് മുകളിലോട്ട് വരത്തുള്ളൂ. ഈ ട്രെൻഡ് ലൈനിൻ്റെ താഴെ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം നമുക്ക് മുകളിലോട്ട് ട്രേഡ് ഇല്ല. ഓക്കെ, ഇൻ മൈ വ്യൂ. ആൻഡ് ഒരു മൊമെൻറ്റം വരണമെങ്കിൽ ആൻഡ് RSI ബിലോ 40 ആണ്. പിന്നെയും 50 മിനിറ്റ്സിൽ 1 ഹവറിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ RSI ബിലോ 40 ആയിട്ടുണ്ട്. ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ RSI അറൗണ്ട് 60ക്ക് താഴെ പോയിട്ടുണ്ട്. മൊമെൻറ്റം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഡൈവർജൻസും ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ഡേ ടൈം ഫ്രെയിമിൽ. അത് ഞാൻ ഫ്രൈഡേ വിട്ടുപോയി. ഫ്രൈഡേ ആ ഡൈവർജൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുകയാണെങ്കിൽ ഈ മൂവ്മെൻറ്റ് നമുക്ക് ഇവിടുന്ന് ക്യാച്ച് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യായിരുന്നു. ഓക്കെ, ജസ്റ്റ് അന്നത്തെ ദിവസം ഞാനൊന്ന് നോക്കാൻ വിട്ടുപോയി. ഞാൻ ഇന്നലെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാരണം മാർക്കറ്റ് എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിനെയാണ് റെസ്പെക്റ്റ് ചെയ്യുക. സോ മാർക്കറ്റ് ഹയർ ടൈം ഫ്രെയിം റെസ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്കൊരു ഫാള് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് 25,717 വരെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഷോർട്ട് ടൈം, അതായത് ഒരു ഷോർട്ട് ടൈം ഫാൾ. ഓക്കെ, അതായത് കണ്ടിന്യൂ വീണുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നില്ല. ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്, ഐ ആം എക്സ്പെക്റ്റിംഗ് ദിസ് ഗ്യാപ്പ് ഫില്ലിങ്. ഓക്കെ, സോ ഈ ആഴ്ച, അതായത് നാളെ പുതിയ കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ വീക്ക് കൊണ്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതല്ല ഈ ഏരിയ എവിടുന്നെങ്കിലും മാർക്കറ്റ് തിരിച്ചൊരു മൊമെൻറ്റം കാണിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അത് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അങ്ങനെ എന്തെങ്കിലും മൊമെൻറ്റ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഇപ്പം നമ്മുടെ വ്യൂ താഴോട്ട് തന്നെയാണ്, നമ്മൾ മുകളിലോട്ടല്ല. ഇപ്പം ഈ മാർക്കറ്റ് ഇപ്പം ഒരു ഷോർട്ട് ടൈം ഡൗൺ ഒരു മൂവ്മെൻ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വൈ ഞാനിപ്പം എൻ്റെ വ്യൂ താഴോട്ടാണ്. നാളെ ഈ ലോയുടെ താഴെ ഒരു ട്രേഡ് വരികയാണെങ്കിൽ ഞാൻ എടുക്കും. ഒരു സെൽ ഓൺ പ്രൈസ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് വെരി ഗുഡ് ഫോർ മീ. ബട്ട് ഡേ ലോയുടെ താഴെ ഞാൻ കൺഫേം ബിയറിഷ് ആണ്. ആൻഡ് മൈ ടാർഗറ്റ് 25,717 ആണ് ടാർഗറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ടാർഗറ്റ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊരു ടാർഗറ്റായിട്ട് വരച്ചിടാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഇതൊരു ടാർഗറ്റായിട്ട് വരച്ചിടാം. ഈ ഒരു ഓക്കെ, ഇത് നമുക്കൊരു ഗ്രീൻ ലൈൻ കൊടുക്കാം. ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 25,791 നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് എടുക്കാം. 25,717 ഈസ് മൈ സെക്കൻഡ് ടാർഗറ്റ്. സോ നാളത്തെ മൂവ് എൻ്റെ വ്യൂ താഴോട്ട് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ 2 ദിവസം കൊടുത്ത ബജാജ് 2 ദിവസം മുന്നേ നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ ടെലഗ്രാം ചാനലിലും ഈ എൻട്രി കൊടുത്തിരുന്നു. 8,967 ബ്രേക്ക് ചെയ്യുമ്പം എൻട്രി എടുക്കാനാണ് ഞാൻ അതായത് പറഞ്ഞിരുന്നത്. മാർക്കറ്റ് ആ ഒരു മൂവ്മെൻറ്റ് അത് ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു മൂവ്മെൻറ്റ്, ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റും ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ക്യാച്ച് ആയിരുന്നു ഈ ഒരു മൂവ്. ഓക്കെ, സോ അതെടുത്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ജസ്റ്റ് പിന്നെ XAUSD ഇന്നലെ ഒരു എൻട്രി ഞാൻ കൊടുത്തിരുന്നു. ഇതിനകത്ത് XAUSD ഇവിടെ മാർക്കറ്റ് ഇവിടെ ഉള്ളപ്പോഴായിരുന്നു ഞാൻ ഫോറക്സിൽ എൻട്രി കൊടുത്തിരുന്നത്. അതും ഇന്നലെ സൂപ്പറായിട്ട് വന്ന് ടാർഗറ്റ് അടിച്ചു. അത് എൻ്റെ ഗ്രൂപ്പിലൊരു മെമ്പർ എടുത്തിട്ടുണ്ടായിരുന്നു, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. PL. താങ്ക് യു ഫോർ ഓൾ. പിന്നെ നിഫ്റ്റി നാളെ നമുക്ക്, ഇത് ഞാൻ ജസ്റ്റ് വെറുതെ നോക്കിയതാണ്. നിഫ്റ്റിയാണ് നമ്മുടെ മെയിൻ ഹീറോ. ഓക്കെ, സോ നാളെ നിഫ്റ്റി 25,860 താഴെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ടാർഗറ്റ് 25,791, 25,717. ഇതാണ് നമ്മുടെ നാളത്തെ ടാർഗറ്റ്സ്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ എൻട്രീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ചാനലുണ്ട്, ടെലഗ്രാം ചാനൽ. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അതിൽ പോയി ചാനലിൽ ജോയിൻ ചെയ്യാം. വിഷ് യു ഹാപ്പി ട്രേഡ് ഫോർ ടുമാറോ. ബൈ. താങ്ക് യു.